സോ ഹായ് എവരി വൺ. ഇന്ന് മില്യൺ നോട്ട്സിന്റെ കൂടെയുള്ളത് അക്ഷയാണ്. മില്യൺ നോട്ട്സിന്റെ ഫെബ്രുവരി ബാച്ച് സ്റ്റുഡന്റ് ആണ്. ഈ സ്റ്റുഡന്റ് കഴിഞ്ഞ മില്യൺ നോട്ട്സിന്റെ ഓട്ടോമേഷൻ പ്രോഗ്രാമിലൂടെ ഒക്കെ മന്ത്ലി പ്രോഫിറ്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. അപ്പോൾ ആ ഒരു സ്റ്റുഡന്റ്, അതായത് NR ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ്. ഈ സ്റ്റുഡന്റിന്റെ മില്യൺ നോട്ട്സിന്റെ സപ്പോർട്ട് സിസ്റ്റം, സർവീസ് സിസ്റ്റംസ് ഒക്കെ എങ്ങനെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു സർവീസിന്റെ ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിലുള്ള ഒരു സെഷനാണ് നമ്മൾ ഇവിടെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. സോ എന്തായാലും നമ്മുടെ ഈ അക്ഷയനോട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് സംസാരിച്ച് നോക്കാം. ഓക്കെ, എൻ്റെ പേര് അക്ഷയ് കക്കാട്ട്. ഞാനിപ്പോൾ UK-ലാണ് കറൻ്റ്ലി. ഞാനിപ്പം ട്രേഡ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ചായി. ഇപ്പം മില്യൺ ഡോൺസിൽ ജോയിൻ ചെയ്തിട്ട് ഇപ്പം 2 months ആവുന്നു. February 14th ബാച്ചായിരുന്നു. ഇപ്പം ട്രേഡിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. മില്യൺ ഡോട്ട്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം കുറേ കാര്യങ്ങൾ പഠിച്ചു. ഞാനിതിന് മുന്നേ കുറച്ച് ട്രേഡൊക്കെ ചെയ്തിരുന്നു, പക്ഷേ റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ പോറായിരുന്നു. ഇപ്പം അതൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് ആ സ്ട്രാറ്റജിയും അതേമാതിരി റിസ്ക് മാനേജ്മെൻ്റ് ഒക്കെ ഫോളോ ചെയ്തതുകൊണ്ട് അതൊരു ബെറ്റർ ആയിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ എൻജിനീയറിംഗ് ആയിരുന്നു പഠിച്ചത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പാസ്സായി കഴിഞ്ഞിരിക്കുമ്പം ആക്സിസ് ബാങ്കിൽ ജോയിൻ ചെയ്തു. അപ്പം ഞാൻ ചെയ്തത് ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതിൽ. അങ്ങനെയാണ് ട്രേഡിങ്ങിനെ കുറിച്ചിട്ടും കൂടുതൽ അറിയുന്നതും. അത് നമ്മളുടെ ഈ സെക്യൂരിറ്റി SIPs ഒക്കെ അല്ലെങ്കിൽ ബോണ്ടൊക്കെ വെച്ചിട്ട് ലോൺ കൊടുക്കുന്നൊരു ഇതായിരുന്നു. അപ്പം അതിനെക്കുറിച്ചിട്ട് ഞാൻ അങ്ങനെ അറിയാൻ തുടങ്ങി. അപ്പം പിന്നെ പതുക്കെ SIP ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ചെറുതായിട്ട് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പം പിന്നെ ഇതിലേക്ക് കൂടുതൽ അറിയണം തോന്നി. പിന്നെ ഈ കൊറോണയൊക്കെ വന്നു കഴിഞ്ഞപ്പം കൂടുതലായിട്ട് ഇതിലേക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഇതിനെക്കാട്ട് കൂടുതലായിട്ട് അറിയാൻ തുടങ്ങി, പഠിച്ചു. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ചെയ്തു, ഹോൾഡ് ചെയ്യാൻ തുടങ്ങി സ്റ്റോക്സ് ഒക്കെ. പിന്നെ ഞാൻ UK-ൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ഒരു ജോബ് മാത്രം പോരാ, നമുക്ക് എന്തെങ്കിലും ഒരു ഇൻകം, പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യണമെന്ന് തോന്നിയപ്പം അപ്പോൾ ഞാൻ അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ കുറച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ചെറിയ കോപ്പി ട്രേഡിങ്ങിൻ്റെ കുറച്ച് ആൾക്കാരെല്ലാം കൂടെ ചെയ്യാൻ തുടങ്ങി. പക്ഷേ അതൊന്നും വലിയ ബെനിഫിറ്റ് ആയിട്ട് തോന്നിയില്ല. അപ്പം തന്നെ സ്വന്തമായിട്ട് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള ലെവലിലേക്ക് എത്തി. അപ്പം പിന്നെ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് അതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. പിന്നെ ഞാനൊരു നല്ലൊരു മെൻറ്ററെ തപ്പി നടക്കിയിരുന്നു. അപ്പം ഇങ്ങനെ മില്യൺ ഡോട്ട്സിനെ കണ്ടു. അപ്പം മില്യൺ ഡോട്ട്സ് കുറേ കാലമായിട്ടുള്ളതാണ്, ഒരു ട്രസ്റ്റബിൾ ആണെന്ന് തോന്നിയപ്പം ഈ കോഴ്സിന് ജോയിൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ കോഴ്സിന് ജോയിൻ ചെയ്തപ്പം നല്ല എഫേർട്ടും നല്ല എല്ലാവരുടെ ഭാഗത്തുനിന്നും നല്ലൊരു ഇതായതുകൊണ്ട് അടിപൊളിയായിട്ട് പോകുന്നു. നല്ല മെൻറ്റേഴ്സൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് കൂടുതൽ നോളേജ് അതിനെക്കുറിച്ച് കിട്ടി. ഇല്ല, ഞാൻ അത് കഴിഞ്ഞ് ഞാൻ എഞ്ചിനീയറിംഗ് ജോബിന് കയറി കഴിഞ്ഞപ്പം അവിടെ ഞാൻ ചെറിയ ഇൻവെസ്റ്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ എൻ്റെ ഒരു സൂപ്പർവൈസർ വന്നു. അപ്പം പുള്ളിക്കാരനും ഇതേമാതിരി ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനും സജസ്റ്റ് ചെയ്തു, നല്ലതാണ്. പുള്ളിക്കാരനും കുറച്ച് ഇത് തന്നപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി സ്റ്റോക്സ് ഹോൾഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്റ്റോക്സ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി വന്നു. അത് എപ്പോഴും ഇങ്ങനെ ഇതിൻ്റെ റിട്ടേൺസ് അല്ല, നമുക്ക് പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യുക എന്നുള്ളൊരു ടെൻഡൻസിയിലേക്ക് മാറി. അപ്പോൾ നമ്മളിങ്ങനെ ചെറിയ മീൻസ് നമ്മൾക്ക് പറ്റുന്ന അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മണി ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം അതിലേക്ക് പിന്നെ ഒരു ക്രൈസും അല്ലെങ്കിൽ ഒരു ഇഷ്ടം വന്നു. ഇല്ല, ഞാനിതിങ്ങനെ ഒരു 3 years ago ഞാനിങ്ങനെ തപ്പാൻ തുടങ്ങി ഓരോരുത്തരെ എങ്ങനെ മെൻറ്റേഴ്സിന്. അപ്പം ഭയങ്കര ഇതിൽ നമുക്ക് ഏതാണ് ട്രസ്റ്റ് ചെയ്യാന്നുള്ളത് ഭയങ്കര ഒരു ഘടകമാണ്. നമുക്ക് ആരെ ട്രസ്റ്റ് ചെയ്യണം, കുറേ നമ്മൾ ഓൺലൈനിൽ കാണും. അപ്പം അത് ചൂസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പിന്നെ നമ്മളുടെ നാട്ടിൽ നിന്നും നമുക്ക് അറിയുന്ന ഒരാളാകുമ്പോൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരാളെ നമുക്ക് എന്തായാലും വേണം മെൻറ്റേഴ്സായിട്ട്. അപ്പോൾ ഇങ്ങനെ മില്യൺ ഡോട്ട്സിൻ്റെ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പം നല്ല ഫീഡ്ബാക്സും അതേപോലെ കുറേ കാലമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നൊരു വലിയൊരു ടീമായിട്ട് മനസ്സിലായി. അപ്പം ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല, അതിലേക്ക് ജോയിൻ ചെയ്യാം. 100% ട്രസ്റ്റോടെ അതിലേക്ക് ജോയിൻ ചെയ്തു. എനിക്ക് തോന്നിയിട്ടുള്ളത് വളരെ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ട് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലും, പിന്നെ നമ്മൾ പഠിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല, അത് അസൈൻമെന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ഗ്രേഡ് ആവുള്ളൂ. അപ്പം അത് നമ്മളിങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോ സ്ട്രാറ്റജീസ് ആണെങ്കിലും അല്ലെങ്കിൽ ഓരോ സാധനങ്ങളും നമുക്കത് തറവാവും. അപ്പോൾ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഈ ഓരോന്ന് പഠിച്ച് പോകുമ്പം അത് വളരെ ഹെൽപ്ഫുള്ളാണ് ആൻഡ് ഈസിയാണ് പഠിക്കാൻ. നല്ല ഷോർട്ടായിട്ട് നല്ല പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാണ് എല്ലാ വീഡിയോസൊക്കെ ഉള്ളത്. അപ്പം അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അതിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാവണമെന്നില്ല, ഏതൊരു ബിഗിനറിനും ഫ്രണ്ട്ലി ആയിട്ടാണ് നിങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളാണത്.
അത് നമുക്ക് എനിക്കൊക്കെ ഒരു ഗ്രീഡും അതേമാതിരി അഗ്രസീവ് ട്രേഡർ ആയിട്ടാണ് ഞാൻ ഇന്നെ കണ്ടത്. എനിക്ക് മനസ്സിലായത് ഇതിന്റെ ഒരു ചെറിയ ഷോർട്ട് ടേം ജേർണിയിൽ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അതുകൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ നല്ലൊരു പ്ലാനും ഒരു സ്ട്രാറ്റജിയും സെറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ബേസിൽ നമ്മൾ വർക്ക് ചെയ്താലേ അത് ഡെവലപ്പ് ആവുള്ളൂ. ഈ ഒരു സ്കില്ല് പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഓരോ കാര്യങ്ങൾ പഠിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അല്ലാണ്ട് ഒറ്റയടിക്ക് ഓവർ ദ നൈറ്റ് നമുക്കൊന്നും ആവാൻ പറ്റൂല. ഇതൊരു സ്ലോ ആൻഡ് ജേണിയാണ്. സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോയാലേ നമുക്ക് അതിലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലായി. അതുപോലെ തന്നെ റിസ്ക് മാനേജ്മെന്റ് ഇമ്പോർട്ടൻസ്, നമ്മളുടെ ക്യാപിറ്റൽ സേവ് ചെയ്യുക. അപ്പം പുതിയ പുതിയ ന്യൂ ഇൻഫോർമേഷൻസ് ഒക്കെ കിട്ടുമ്പം വളരെ ഹെൽപ്ഫുൾ ആണത്. അപ്പം അത് ഫോളോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പ്രോഫിറ്റബിൾ ആവുന്നുള്ളൊരു കോൺഫിഡൻസ് വന്നു. മറ്റ് നമ്മൾ വെറുതെ ചെയ്യും, നമുക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ആവും, പിന്നെ നമ്മളത് ഡബിൾ ആക്കാനും അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ ശ്രമിക്കും. നമ്മളുടെ ഒരു ടെൻഡൻസി വരും. ഇപ്പം കറക്റ്റ് മൈൻഡ് സെറ്റ് വരും. ഇപ്പൊ അത് കറക്റ്റ് ഓക്കെ, ഇന്ന് നല്ലൊരു സെറ്റപ്പ് റെഡി ആയി, അതിൽ ട്രേഡ് കിട്ടി, ഇല്ലെങ്കിൽ ഓക്കെ അടുത്ത ആഴ്ചയോ നെക്സ്റ്റ് വീക്ക് നമുക്ക് നല്ലൊരു ട്രേഡ് നോക്കാം. അല്ലെങ്കിൽ പറഞ്ഞ എല്ലാം ഫോളോ ആയിട്ട് വരുന്ന നല്ല ട്രേഡ്സ് മാത്രം പ്രിഫർ ചെയ്യാനുള്ളൊരു മെന്റാലിറ്റി വന്നു. അങ്ങനത്തെ കുറെ ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ്. നമ്മൾ റിസ്ക് മാനേജ്മെന്റും ആ ഒരു സെറ്റപ്പും ഫോളോ അപ്പ് ചെയ്യാന്നുള്ള, പിന്നെ ജേർണലിങ്, അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ഇമ്പ്രൂവ്മെന്റ്സ് വന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ട് അസൈൻമെന്റ്സ് തന്നെയാണ്. നമ്മൾ ചെയ്ത കാര്യം നമ്മളത് അസൈൻമെന്റ് ചെയ്യുമ്പം നമ്മളത് തിയറിറ്റിക്കലി പഠിച്ചു പോയി കഴിഞ്ഞിട്ട് കാര്യം അത് പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണല്ലോ അതിന്റെ ഒരു റിസൾട്ട് വരുള്ളൂ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച കാര്യം നമ്മൾ അസൈൻമെന്റ് ചെയ്ത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകുമ്പോൾ അവിടുന്ന് ഒരു അപ്രൂവലും കിട്ടുമ്പോൾ നമ്മൾ കോൺഫിഡന്റ് ആവും. അപ്പം അതൊരു വളരെ ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക്. അതാണ് എടുത്തു പറയേണ്ട കാര്യം. അസൈൻമെന്റ്സ് നമ്മൾ എല്ലാവരും ചെയ്യും, പിന്നെ അതിനുള്ള ഒരു നോക്കിയിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ള അവിടെ നിന്നുള്ള റിപ്ലൈസ് ഒക്കെ വരും. അപ്പം അത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യും, നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യും. അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ക്വിക്ക് റെസ്പോൺസ് ഒക്കെയാണ്. പിന്നെ ഈ സിസ്റ്റം ഡിസൈൻ ചെയ്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ്, ഈസി ആയിട്ട് നമുക്ക് ഏതൊരാൾക്കും പഠിക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഏതൊരു വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഒരു 1 or 2 times കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ 500 ആണ് ഡെപ്പോസിറ്റ് ചെയ്തത്. പിന്നെ ബോണസ് അടക്കം 1000 ആയിട്ട് അത് വന്നു. പക്ഷെ എൻ്റെ ഫസ്റ്റ് വീക്ക് മുതൽ എനിക്ക് പ്രോഫിറ്റ് ആണ്. എനിക്ക് അങ്ങനത്തെ ഒരു ഇതില്ല. എല്ലാ വീക്കും നമുക്ക് പറഞ്ഞ പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. അപ്പം അതിൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ഇപ്പൊ ടോട്ടലി ഞാനൊരു £584 USD പ്രോഫിറ്റിലാണുള്ളത്. 580 പ്രോഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി 100% മുകളിലായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. യെസ്, 100% മുകളിലാണ്. നമ്മൾ ഇട്ട ഡെപ്പോസിറ്റ് ഡബിൾ ആയിട്ടുണ്ട്. നമുക്ക് ഒരു ആദ്യം തന്നെ ഒരു വലിയ എമൗണ്ട് ഏതൊരാളെ കൊണ്ടും ഡെപ്പോസിറ്റ് ചെയ്യാന്നൊക്കെ പറയുന്ന ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമായിരിക്കും. അപ്പൊ നമുക്ക് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഡബിൾ ആയിട്ട് തിങ്ക് ചെയ്യും, ഇത്ര നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ, എങ്ങനെ ഇത് ഇൻവെസ്റ്റ് ചെയ്താൽ ഇതിന്റെ വർക്ക് ആകുമോ എന്നുള്ളൊരു ഡൗട്ട് എന്തായാലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾക്ക് എന്തായാലും വരും. അപ്പൊ ഇത് നമുക്കൊരു ജോയിൻ ചെയ്യാൻ, ചെറിയൊരു എമൗണ്ടിൽ ജോയിനും ചെയ്യാം. അതുകൂടെ തന്നെ അവരെന്നെ ജനറേറ്റ് ചെയ്ത് തരും നമുക്ക് നെക്സ്റ്റ് ഫീസ് അടയ്ക്കാനുള്ള കാശ് എന്നൊക്കെ പറയുമ്പം അതെല്ലാവർക്കും ഇതിലേക്ക് വരാനും കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള ഈസി ഒരു വേ ആണ്. പിന്നെ നമുക്ക് കോൺഫിഡൻസ് കൂടും. അപ്പോൾ അവർക്ക് അത്രയും അഷുറൻസ് ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഈ ഒരു സാധനം ചെയ്യുന്നത്. നമുക്ക് പ്രോഫിറ്റബിൾ ആക്കി തരാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ഈ പേ വിത്ത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം തന്നെ ക്രിയേറ്റ് ചെയ്തത്. അപ്പം തന്നെ നമുക്കൊരു കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ അത് ചെയ്തതിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. കുറച്ചുകൂടി നേരത്തെ എന്തുകൊണ്ട് ജോയിൻ ചെയ്തില്ല എന്നാണ് ഇപ്പോൾ വിചാരിക്കുന്നത്. ഞാനിപ്പം കെൻസാർ പറഞ്ഞ മാതിരി ഞാൻ ഓൾറെഡി SIP ചെയ്തിട്ടൊരു അത് ചെയ്യുന്നുണ്ട്, ഒരു സൈഡിൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറെ ഇമ്പോർട്ടൻസ് ആയിട്ട് കിട്ടി നമ്മളുടെ ഈ കടങ്ങളൊക്കെ പതുക്കെ കുറച്ച് കൊണ്ടുവരാം. അതാണ് ഞാനിപ്പം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഡെപ്റ്റ് ക്ലിയറൻസ് ആണ്. അത് ക്ലിയർ ചെയ്തിട്ട് ബാക്കിയുള്ളതിൽ നമുക്ക് ചെയ്യാലോ. ഇതിപ്പം ഒരു ചെറിയ പ്രോഫിറ്റ് അതിലേക്കും ഇതിലേക്കും, അതാണ് ഞാൻ ഇപ്പം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, ഡെപ്റ്റ് ക്ലിയറൻസ്. പ്രോഫിറ്റ് കൊണ്ട് ഡെപ്റ്റ് ക്ലിയർ ചെയ്യുക എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടുന്ന കാശ് നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു ചെറിയൊരു ശതമാനം നമുക്ക് എന്തായാലും എൻജോയ്മെന്റിനും അല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ പർച്ചേസോ എന്താണെങ്കിലും നമ്മളെ ആവശ്യത്തിന് വേണ്ടി ചെലവാക്കുക. ബാക്കി ഒരു 70% നമ്മൾ ഡെപ്റ്റ് ക്ലിയറൻസിൽ, ഒരു 30% നമ്മളുടെ ആവശ്യത്തിലും. അങ്ങനെ അതാണ് ഞാൻ നോക്കുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് നോക്കി കാണാൻ പറ്റും. കാരണം നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ പേർക്കും അറിയാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമുക്കൊരു ഇൻകം ആണ്, നല്ലൊരു ഇൻകം ഇതിൽ ജനറേറ്റ് ചെയ്യാൻ നമ്മൾ പറയുന്ന മാതിരി കറക്റ്റ് റിസ്ക് മാനേജർ സ്ട്രാറ്റജിയും
ഇതൊക്കെ സെറ്റ് ചെയ്തിട്ട് SOT ഒക്കെ ചെയ്തിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഷുവറായിട്ടും ഡെഫിനറ്റ്ലി ആയിട്ടും നമുക്കത് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതിലൊരു ഡൗട്ടും ഇല്ല. അത് പക്ഷെ ഇതിനെ കുറിച്ചിട്ടൊരു അറിവ് വേണം. എന്താന്നുള്ളൊരു നോളജ് ഇല്ലാത്തതാണെന്നാണ് എൻ്റെ തോന്നുന്നത്. കുറെ ആൾക്കാർക്കുള്ള ബുദ്ധിമുട്ട് ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിൽ കുറച്ച് ഹാർഡ് വർക്കും കൂടി ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അത് ഡെഫിനറ്റ്ലി അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. അപ്പൊ നമ്മൾ കുറച്ചിട്ട് ഫോർവേഡ് ആയിട്ട് തിങ്ക് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അവരുടെ ജനറേഷൻ അല്ല നമ്മളുടെ ജനറേഷൻ. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ടാവും. അപ്പം അതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ്. അപ്പൊ നമ്മളിത് പറഞ്ഞാലും അവർക്ക് മനസ്സിലല്ല. നമ്മളൊരു പ്രോഫിറ്റ് ഒക്കെ ജനറേറ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവുള്ളൂ നമ്മളിത് ചൂസ് ചെയ്ത വേ റൈറ്റ് ആണ് എന്നുള്ളത്. അപ്പം കൂടുതലും നമ്മളെ പേരൻസിന് എന്തായാലും ബേസിക്കലി സ്റ്റോക്ക് മാർക്കറ്റ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ച് നോളജ് ഉണ്ടാവില്ല. അപ്പം നമ്മളായിട്ട് കുറച്ചൊരു റിസ്ക് എടുക്കാനുള്ളൊരു മെന്റാലിറ്റി ഉണ്ടെങ്കിൽ സക്സസ് ആവുള്ളൂ എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. 9 to 5 അല്ല, എനിക്ക് വീക്ക്ലി 3 to 4 days ഞാൻ വർക്ക് ചെയ്യും. അപ്പം അത് വേരി ചെയ്യും. അത് ചില സമയത്ത് വീക്കെൻഡ് ഓൺ വീക്കെൻഡ് ഓഫ് അങ്ങനെയൊക്കെ വരും. അതുപോലെ തന്നെ ചില വീക്കില് നമുക്ക് കിട്ടും. അപ്പൊ അക്ഷയിന്റെ ഒരു ലേണിംഗിന്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? അതായത് ഇപ്പൊ ഏത് സമയത്താണ് കൂടുതൽ പഠിക്കാനൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? അതായിരുന്നു ഞാൻ കുറച്ച് എനിക്ക് ഫസ്റ്റില് ക്ലാസ് ഒരു 1 week എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി. നെക്സ്റ്റ് 2 weeks എനിക്ക് കുറച്ച് ടൈറ്റ് ഷെഡ്യൂൾ ആയിരുന്നു. അപ്പോൾ അത് പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഇതുണ്ടെങ്കിലും ബാക്കി നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ കിട്ടുന്ന സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു 1 or 2 hours per day ചെയ്യാൻ നോക്കും. ചില ദിവസം പറ്റില്ല. പക്ഷെ വീക്ക്ലി എന്നാലും എന്തായാലും ഒരു 3 to 4 days ഇതിലേക്ക് നമ്മൾ ചിലവ് ടൈം കണ്ടെത്തും. കാരണം അതൊരു ഇൻകം സോഴ്സ് സ്കില്ലാണ്. അപ്പൊ ആ സ്കില്ലിലേക്ക് പിന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. ഇതിനെക്കുറിച്ച് അറിയാം, കുറച്ച് നോളജ് ഉണ്ട്. അപ്പം അത് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് കൊണ്ട് അത് നമ്മൾ കണ്ടെത്തിയേ പറ്റുള്ളൂ. നമുക്ക് ചില സമയത്ത് കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ ബാക്കി കിട്ടുന്ന സമയത്ത് ആ ഒരു ബാലൻസ് ചെയ്ത് പോവാം. അത് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ തന്നെ, അങ്ങോട്ട് ഇറങ്ങി തിരിച്ചാൽ നമ്മൾ അതിന്റെ റിസൾട്ട് കാണുമ്പോൾ നമ്മൾ അതിനുള്ള ഒരു ടൈമും അല്ലെങ്കിൽ ഇതൊക്കെ കണ്ടെത്തും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനങ്ങനെ എനിക്ക് ആ ഒരു അർജ് ഉണ്ടായിരുന്നു, ഇതിലേക്ക് എത്തണം, ട്രേഡിങ്ങിലേക്ക് എത്തണം, അതൊരു ലൈഫിന്റെ ഒരു സ്കില്ലാക്കി മാറ്റണം എന്നുള്ളത് അർജും. പിന്നെ നമുക്കിപ്പോ ഈ കോപ്പി ട്രേഡിംഗ് ഒക്കെ ഉള്ളവർക്ക് ഈ ടൈം കിട്ടാത്തവർക്ക് അതിൽ കോപ്പി ട്രേഡും ചെയ്യാം. പിന്നെ കിട്ടുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് പഠിച്ചത് എന്തായാലും പഠിക്കാൻ കുറച്ച് സമയം എടുക്കും. അപ്പം ഇതിൽ കൂടി നമുക്ക് ജനറേറ്റ് ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസും വരും. അതുകൂടെ തന്നെ നമ്മളെ സൈഡിൽ കൂടെ അത് കാണുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളെ ഭാഗത്തുനിന്നും ഒരു എഫേർട്ട് ഇട്ടിട്ട് നമുക്കും ട്രേഡിങ് പഠിച്ചിട്ട് ചെയ്യാന്നുള്ളൊരു മെന്റാലിറ്റി എന്തായാലും വരും. അപ്പം അത് കൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. ഞാൻ ഉറപ്പായിട്ടും ഇപ്പൊ എന്റെ ക്ലോസ് സർക്കിളിലൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അവർക്ക് അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്, ട്രസ്റ്റഡ് ആണ്, എല്ലാവർക്കും പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് മില്യൺ ഡോട്ട്സ്. അപ്പം ഡെഫിനറ്റ്ലി ഞാൻ സജസ്റ്റ് ചെയ്യും. അപ്പം എനിക്ക് എന്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് അതൊരു കോൺഫിഡൻസ് ആവും. ഓക്കെ, ഇഫ് ഐ ക്യാൻ മേക്ക് ദേ ക്യാൻ ഓൾസോ. സോ അത് എന്തായാലും അത് ചെയ്യും. ഓക്കെ. So thank you Akshay for your valuable feedback. Now wind up ചെയ്താലോ? Sure. പിന്നെ once again thank you for നിങ്ങളുടെ ക്ലാസ്സിനും സപ്പോർട്ടിനും വളരെ താങ്ക് യു. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. നമുക്ക് കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഡെഫിനറ്റ്ലി ഞാൻ എന്തായാലും ആ ഫാമിലിയിൽ ഒരു പാർട്ടാവാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അതായത് റിസൾട്ട് നമ്മളുടെ കോഴ്സിന്റെ ഒരു മെത്തേഡൊക്കെ അനുസരിച്ചിട്ട് ഞാൻ വളരെ ഹാപ്പിയാണ്. എന്തായാലും മില്യൺ ഡോട്ട്സിന്റെ കൂടെ ഉണ്ടാവും.